എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 6-ാം തീയതി നടന്ന വിക്ടേഴ്സ് ചാനലിലെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് 3-ാം ക്ലാസ് പരിസര പഠനം. ഒന്നാമത്തെ പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. പട്ടികയിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്: രോഗം പകരുന്ന രീതി, രോഗങ്ങൾ, തടയാനുള്ള മുൻകരുതലുകൾ. കൊതുകിലൂടെ രോഗം പകരാം. ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ഈ രോഗം പകരുന്നത് തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഒന്നാമത് മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. മലിനജലം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിൽ കൊതുകുകൾ മുട്ടയിടുന്നു, അങ്ങനെയാണ് അവയുടെ എണ്ണം വർദ്ധിക്കുന്നത്. രണ്ടാമത് ഡ്രൈ ഡേ ആചരണം. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. ചിരട്ടയിലും ഒഴിഞ്ഞ കുപ്പികളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ച് കളഞ്ഞ് കൊതുകിന് മുട്ടയിടാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് കൊതുകിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. 8 ദിവസം കൂടുമ്പോഴാണ് ഇവ മുട്ട വിരിയുന്നത്. അങ്ങനെ 7 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊതുക് പെരുകുന്നത് തടയാൻ കഴിയും. അതുവഴി രോഗങ്ങൾ തടയാനും സാധിക്കും. രണ്ടാമത്തേതായിരുന്നു ഈച്ചയിലൂടെ പകരുന്നത്. ഈച്ചയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വയറിളക്കം, ടൈഫോയിഡ്, അതിസാരം, കോളറ, വയറുകടി, പിള്ളവാതം, മഞ്ഞപ്പിത്തം, ആന്ത്രാക്സ്, ക്ഷയം എന്നിവയുടെ രോഗാണുക്കൾ, ചില വിരകളുടെ മുട്ടകൾ എന്നിവ ഈച്ച വഴിയാണ് വ്യാപിക്കുന്നത്. ഇതെങ്ങനെ തടയാൻ കഴിയും? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ തന്നെ ഈച്ചകളെ പാടെ നിയന്ത്രിക്കാം. ഇവയുടെ പ്രത്യുൽപാദനം നടക്കുന്ന അഴുകുന്ന ജൈവവസ്തുക്കളിലാണ്. അതുകൊണ്ട് സാനിറ്ററി കക്കൂസുകളുടെ ഉപയോഗം, നല്ല മാലിന്യ സംസ്കരണ രീതികൾ എന്നിവ ഈച്ചയുടെ വർധനവ് തടയും. കൂടാതെ ആഹാര സാധനങ്ങൾ മൂടി വയ്ക്കുക വഴി ഈച്ചശല്യം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് എലിയാണ്. രോഗം പകരുന്ന രീതി. എലിയിലൂടെയും രോഗം പകരാം. എന്തൊക്കെ രോഗങ്ങളാണ് പകരുന്നത്? നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? എലിപ്പനി, പ്ലേഗ്, ടൈഫസ് എന്നിവയെല്ലാം എലികൾ വഴിയാണ് പകരുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് തടയുന്നത്? വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ചപ്പുചവറുകൾ, കുറ്റിക്കാടുകൾ, ചെറിയ പുനങ്ങൾ എന്നിവയിലാണ് എലി സാധാരണ താവളമടിക്കാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ചപ്പുചവറുകളിൽ നിന്നും ആഹാരപദാർത്ഥങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളിൽ നിന്നും വിമുക്തമാക്കി നമ്മുടെ പരിസരത്തെ സൂക്ഷിക്കുകയാണെങ്കിൽ എലിയെ ദൂരീകരിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പോയിൻ്റായിട്ട് എഴുതേണ്ടുന്നത്? ചപ്പുചവറുകൾ, കുറ്റിക്കാടുകൾ എന്നിവയെല്ലാം നശിപ്പിക്കുക. ഭക്ഷണപദാർത്ഥങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ആഹാരപദാർത്ഥങ്ങൾ തുറന്നു വയ്ക്കാതിരിക്കുക. ഇനി മറ്റൊന്നായിരുന്നു ജലത്തിലൂടെ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? വയറിളക്കം, കോളറ, ടൈഫോയിഡ്, വയറുകടി, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ഇവയെല്ലാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. എങ്ങനെ തടയാത്? എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം. അതുപോലെ മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുൻപും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വാട്ടർ തീം പാർക്കുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെയും വെള്ളം അണുവിമുക്തമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ പൊതുസ്ഥലത്തുള്ള മലമൂത്ര വിസർജനവും രോഗം പകരാൻ ഇടയാക്കും. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ എന്തൊക്കെ രോഗങ്ങൾ പകരാം? ക്ഷയം, വസൂരി, ചിക്കൻ പോക്സ്, 5-ാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ദിഫ്തീരിയ, വില്ലൻ ചുമ ഇവയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. എങ്ങനെ നമുക്കിത് തടയാൻ കഴിയും? തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായയും കർച്ചീഫ് ഉപയോഗിച്ച് പൊത്തിപ്പിടിക്കുക. ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ പൊതുസ്ഥലത്ത് മാസ്കുകൾ ധരിച്ച് സഞ്ചരിക്കുക. പകർച്ചവ്യാധികൾ ബാധിച്ചാൽ കഴിവതും വീട്ടിലിരുന്ന് വിശ്രമിച്ച് പൂർണ്ണമായി ഭേദമായതിനു ശേഷം പുറത്തു പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും. രണ്ടാമത്തെ പ്രവർത്തനമായിരുന്നു പദസൂര്യൻ പൂർത്തിയാക്കുക. വ്യക്തി ശുചിത്വം തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തി ശുചിത്വത്തിൽ പാലിക്കേണ്ടുന്നത്? 1. വൃത്തിയുള്ള വസ്ത്രം ധരിക്കൽ. 2. കൈ കഴുകൽ. കൈ കഴുകൽ 2 ഓപ്ഷൻ വീണ്ടും ഉണ്ട്. 1. ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും കൈ കഴുകുക. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകുക. അടുത്തത് നഖം മുറിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിച്ചിരിക്കണം. നഖം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നീട് രാവിലെയും രാത്രിയിലും പല്ല് തേക്കണം. അടുത്തത് കുളിക്കുക. ദിവസം 2 നേരമെങ്കിലും കുളിക്കാൻ ശ്രമിക്കുക. പുറത്ത് പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക.
തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് വ്യക്തി ശുചിത്വം പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ പ്രവർത്തനമായിരുന്നു പട്ടിക പൂർത്തിയാക്കുക. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം ഇവയുടെ പട്ടിക പൂർത്തിയാക്കണം. വ്യക്തി ശുചിത്വം പാലിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ദിവസവും കുളിക്കണം, നഖം മുറിക്കണം, ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകണം, കക്കൂസിൽ നിന്ന് വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം, രാവിലെയും രാത്രിയും പല്ലുകൾ വൃത്തിയാക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ഇവയൊക്കെയാണ് വ്യക്തി ശുചിത്വത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അതൊക്കെ ആ പട്ടികയിൽ എഴുതാൻ കഴിയും. ഇനി പരിസര ശുചിത്വം ആണെങ്കിലോ, ചപ്പ് ചവറുകൾ വലിച്ചെറിയരുത്, കക്കൂസിൽ മാത്രം മലവിസർജനം നടത്തുക, മൂത്രപ്പുരയിൽ മാത്രം മൂത്രം ഒഴിക്കുക, പൊതുസ്ഥലത്ത് തുപ്പരുത്, ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്. ഇവയൊക്കെയാണ് പരിസര ശുചിത്വത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അടുത്തൊരു ചെക്ക് ലിസ്റ്റാണ്, അതാണ് പ്രവർത്തനം 4. കുറച്ച് പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളത് സ്വന്തമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വായിക്കാം. ദിവസവും 2 നേരം പല്ല് തേക്കുന്നു. എല്ലാ ദിവസവും കുളിക്കുന്നു. കുളി കഴിഞ്ഞ് ശരീരം നന്നായി തുടച്ച് വൃത്തിയാക്കുന്നു. ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുന്നു. കക്കൂസിൽ നിന്ന് വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു. മൂത്രപ്പുരയിൽ മാത്രം മൂത്രം ഒഴിക്കുന്നു. വൃത്തിയുള്ള പാത്രങ്ങളിൽ ആഹാരം കഴിക്കുന്നു. കുളി കഴിഞ്ഞ് കൈയും കാലും മുഖവും വൃത്തിയാക്കുന്നു. നഖം വെട്ടി വൃത്തിയാക്കുന്നു. ആഹാരത്തിന് മുൻപും ശേഷവും കൈയും വായും കഴുകി വൃത്തിയാക്കുന്നു. പാഴ്വസ്തുക്കൾ നിശ്ചിത സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. ഇവയൊക്കെയാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അവയ്ക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. പ്രവർത്തനം 4 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാനായിരുന്നു. 5ാമത്തെ പ്രവർത്തനം തന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെല്ലാവരും എന്തൊക്കെ ഇങ്ങനെ ശുചിത്വം പാലിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കുറച്ച് പോയിൻറ്റ്സ് എഴുതി അമ്മ, അച്ഛൻ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരുടെ എല്ലാം പേരുകൾ എഴുതി ഉണ്ട് ഇല്ല അവരൊക്കെ. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ദിവസം 2 നേരം പല്ല് തേക്കുന്നു. അമ്മ 2 നേരം പല്ല് തേക്കുന്നെങ്കിൽ അവിടെ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് തന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത് വീട്ടിലെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇത്രയായിരുന്നു പരിസര പഠനത്തിൽ ഇന്ന് തന്നിരുന്ന പ്രവർത്തനങ്ങൾ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.